അപ്പോൾ എമ്പുരാൻ വിശേഷങ്ങൾ അറിയാൻ താല്പര്യത്തോടെ ഇരിക്കുന്ന എൻ്റെ പ്രേക്ഷകരോട് കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എമ്പുരാൻ്റെ കളക്ഷൻ 11 ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അത് പ്രകാരം നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു 252 കോടി രൂപ നേടിയിട്ടുണ്ട് എന്ന് പറഞ്ഞിരുന്നു. ഇന്നലെ 280-ൻ്റെ പോസ്റ്ററും വന്നായിരുന്നു. അത് ശരിവെക്കുന്ന കണക്കുകൾ തന്നെയാണ് ട്രാക്ക് പുറത്തു വിടുന്നത്. 252.85 252 കോടി 85 ലക്ഷം രൂപയാണ് 11 ദിവസം കൊണ്ട് എമ്പുരാൻ ലോകമെമ്പാട് നിന്ന് നേടിയിരിക്കുന്നത്. അതിൻ്റെ കൃത്യമായിട്ട് കണക്കുകൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. കേരളത്തിൽ നിന്ന് 11 ദിവസം കൊണ്ട് 79 കോടി 20 ലക്ഷം രൂപയാണ് കേരളത്തിൽ നേടിയിരിക്കുന്നത്. അതുപോലെ പിന്നെ കേരളം കഴിഞ്ഞ് ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയിരുന്ന ഇന്ത്യൻ സംസ്ഥാനം എന്ന് പറയുന്നത് കർണാടകയാണ്. 12 കോടി 30 ലക്ഷം രൂപ അവിടുന്ന് കളക്ട് ചെയ്തിട്ടുണ്ട്. തമിഴ്നാട് അതിനുശേഷം 8 കോടി 6 ലക്ഷം രൂപ. നോർത്ത് ഇന്ത്യയിൽ നിന്ന് 8 കോടി 5 ലക്ഷം രൂപ. ബാക്കിയുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെല്ലാം കൂടി 3 കോടി 7 ലക്ഷം രൂപ. അങ്ങനെ 112 കോടി 30 ലക്ഷം രൂപ ഇന്ത്യയിൽ ആകമാനം കളക്ട് ചെയ്തിട്ടുണ്ട്. അത് തന്നെ ഒരു മലയാള സിനിമയെ സംബന്ധിച്ച് വലിയൊരു അത്ഭുതമാണ്. കാരണം 112 കോടി 30 ലക്ഷം രൂപ ഈ 11 ദിവസം കൊണ്ട് ഇത് കളക്ട് ചെയ്തു എന്ന് പറയുമ്പോൾ മലയാള സിനിമയുടെ ഒരു ചരിത്രം തന്നെയാണ്, അല്ലേ? മാർക്കോ പോലുള്ള ചിത്രങ്ങൾ നോർത്ത് ഇന്ത്യയിൽ നിന്ന് ഇതിലും കൂടുതൽ കളക്ട് ചെയ്തിട്ടുണ്ടാകാം. പക്ഷേ ഇത് 11 ദിവസം കൊണ്ടാണ് ഈ കളക്ഷൻ ഉണ്ടായിരിക്കുന്നത്. അതുകൂടാതെ നോർത്ത് ഇന്ത്യയിലെ തന്നെ ഒരു സൂപ്പർ സ്റ്റാർ സൽമാൻ ഒരു പടവുമായിട്ട് അന്ന് റിലീഫും ഉണ്ടായിരുന്നു എന്ന കാര്യവും നമ്മൾ മറക്കാൻ പാടില്ല. അതുപോലെ തമിഴ്നാട്ടിലെ ഏറ്റവും ജനകീയനായ വിക്രം ഇതിൻ്റെ ഒരു ചിത്രം ഉണ്ടായിരുന്നു. എന്നിട്ട് പോലും ഈ പ്രദേശങ്ങളിലെല്ലാം തന്നെ എമ്പുരാൻ മികച്ച വിജയം നേടി എന്ന് പറയുന്നത് വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഇതാണ് കൃത്യമായിട്ടുള്ള കണക്കുകൾ. പിന്നെ ഇനി നമ്മൾ ഗൾഫ് മേഖലയും അതുപോലെ ബാക്കിയുള്ള രാജ്യങ്ങളിലെയും കണക്കുകളൊക്കെ കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. നമുക്കതും കൂടെ ഒന്ന് പരിശോധിക്കാം. അപ്പം മിഡിൽ ഈസ്റ്റിൽ നിന്ന് 9.43 മില്യൺ ആണ് കിട്ടിയിരിക്കുന്നത്. മിഡിൽ ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ ഗൾഫ് രാജ്യങ്ങളെല്ലാം കൂടെ പെടുന്നതാണ്. അതുപോലെ തന്നെ നോർത്ത് അമേരിക്ക 2.68 മില്യൺ നോർത്ത് അമേരിക്കയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ നോർത്ത് അമേരിക്കയിലെ കളക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ചിലർക്കൊക്കെ അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല. അവിടുന്ന് കിട്ടിയ തുകയാണ് 2.68 മില്യൺ അടിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ കിട്ടുന്ന വാർത്ത. അപ്പം നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്ത വാർത്തകളും ശരിവെക്കുന്ന കണക്കുകൾ തന്നെയാണ് ഇപ്പം പുറത്തു വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ ആകാംക്ഷയോടെ പറഞ്ഞൊരു സ്ഥലമായിരുന്നു UK-യും അയർലൻഡും ഒക്കെ. UK-യും അയർലൻഡിൽ നിന്നും കൂടി 2.075 മില്യൺ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഓസ്ട്രേലിയയിൽ നിന്ന് 0.881 മില്യൺ അവിടെയും കളക്ട് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്ത കാര്യങ്ങളാണ്. അത് ശരിവെക്കുന്ന റിപ്പോർട്ട് തന്നെയാണ് ഇപ്പം പുറത്തു വന്നിരിക്കുന്നത്. അതുപോലെ ന്യൂസിലാൻഡിൽ നിന്ന് 0.182 മില്യൺ. അതുപോലെ ജർമ്മനി നമ്മൾ ചർച്ച ചെയ്തതാണ് 0.405 മില്യനും അവിടെ കളക്ട് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നിന്നെല്ലാം കൂടെ 0.77 മില്യനാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് 16.423 മില്യനാണ് ഈ രാജ്യങ്ങളിലെല്ലാം കൂടി, ഇന്ത്യക്ക് പുറത്തുള്ള രാജ്യങ്ങളിൽ നിന്നെല്ലാം കൂടി എമ്പുരാൻ കളക്ട് ചെയ്തിരിക്കുന്നത്. ഈ 16.423 മില്യൺ എന്ന് പറയുന്നത് 140 കോടി 55 ലക്ഷം രൂപയാണ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് എമ്പുരാൻ കളക്ട് ചെയ്തത്. അതെന്ന് പറഞ്ഞാൽ മലയാള സിനിമയുടെ ചരിത്രം തന്നെ മാറ്റിയെഴുതുന്ന ഒരു ഘടകമായിട്ട് മാറി. ഇവിടുന്നൊക്കെ ഇത്രയും കോടികൾ സമ്പാദിക്കാൻ ഒരു മലയാള സിനിമയ്ക്ക് കഴിയുമെന്ന് ആരെങ്കിലും വിചാരിച്ചോ? ഇല്ല. അങ്ങനെ ടോട്ടൽ 252
2.85 കോടി രൂപയാണ് എമ്പുരാൻ 11 ദിവസം വരെ, ഇന്നത്തെ കണക്കല്ല, 11 ദിവസം വരെ കളക്ട് ചെയ്തത്. അപ്പോൾ ഇതുപോലെ കൃത്യമായിട്ട് കണക്ക് പറയാൻ ഏതെങ്കിലും സിനിമയ്ക്ക് കഴിയുമോ? എനിക്ക് തോന്നുന്നില്ല. കാരണം അന്ന് വരെ തുടർച്ചയായിട്ട് എമ്പുരാൻ ഇറങ്ങിയ അന്ന് മുതൽ, ബുക്കിംഗ് തുടങ്ങിയ അന്ന് മുതൽ നമ്മൾ കൃത്യമായിട്ടുള്ള കണക്കുകൾ പറയുന്നുണ്ട്. അതിനകത്ത് അണുവട തെറ്റിയിട്ടില്ല. ഇന്നലെ ഞാൻ പറഞ്ഞു 252 കോടിക്ക് മുകളിലായിരിക്കും കളക്ട് ചെയ്തത്. അത് കൃത്യമാണ്. 252.85 കോടി രൂപയാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. ഇന്നത്തെ കേരള കളക്ഷൻ എന്ന് പറയുന്നത് ഒരു 1.5 കോടിക്കടുത്തെങ്കിലും ഉണ്ടാകും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. കാരണം 1.25 കോടി നിശ്ചയമായിട്ടും ഉണ്ടാകും എന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഒരു 12ാമത്തെ ദിവസം ഇങ്ങനെയുള്ളൊരു തുക ഒരു മലയാള സിനിമയ്ക്ക് ആരും പ്രതീക്ഷിക്കുന്നതല്ല. സൂപ്പർ ഹിറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ചിത്രം, അല്ലെങ്കിൽ ഇത്രയും കളക്ട് ചെയ്തതിന് ശേഷം വീണ്ടും 1.25 കോടി 12ാമത്തെ ദിവസം തിങ്കളാഴ്ച നേടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ഭുതമായ കാര്യം തന്നെയാണ്. അങ്ങനെ ഇന്നുകൊണ്ട് 80 കോടിക്ക് മുകളിൽ കേരളത്തിൽ നിന്ന് കളക്ട് ചെയ്യും എന്ന് നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അത് ശരിവെക്കുന്ന കണക്കുകൾ തന്നെയാണ് ഇത്. അപ്പം 79 കോടി 20 ലക്ഷത്തിൻ്റെ കൂടെയാണ് ഇന്ന് ഒരു 1.25 ലക്ഷം അല്ലെങ്കിൽ 1.5 ലക്ഷം. അത് കൃത്യമായ കണക്കുകൾ നാളെ രാവിലെ കിട്ടത്തുള്ളൂ. അപ്പം 81-82 എത്തി നിൽക്കും. അങ്ങനെയെങ്കിൽ 2018 എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ കളക്ഷൻ തകർക്കാൻ കേവലം 7 കോടി മാത്രം വേണ്ടി വരത്തുള്ളൂ. പിന്നെ ഒരു കണക്കെന്ന് പറഞ്ഞാൽ 252.85 കോടിയിലാണ് ഇപ്പം ഓൾ വേൾഡ് എമ്പുരാൻ നേടിയിരിക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ ഇന്നൊരു 3.5 കോടിയെങ്കിലും കളക്ഷൻ ഉണ്ടാകും എന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കേരളത്തിൽ നിന്നല്ല, മൊത്തമായിട്ട് ഈ സിനിമ പ്രദർശിപ്പിക്കുന്ന എല്ലാ തിയേറ്ററിൽ നിന്നും കൂടി ഒരു 3.5 കോടി 4 കോടി റേഞ്ചിലേക്ക് ഉണ്ടാകും. 3.5 കോടി നമ്മൾ കണക്ക് കൂട്ടിയാൽ മതി. ആ 3.5 കോടിയും കൂടെ ചേർത്ത് വരുമ്പോൾ ഇന്ന് 255 മുകളിലുള്ള തുക തന്നെയായിരിക്കാം നാളത്തെ കളക്ഷൻ. അപ്പം നാളെ നമുക്ക് നോക്കാം ഞാൻ പറഞ്ഞത് ശരിയാകുമോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ 255 കോടി രൂപ എമ്പുരാൻ കടന്നിരിക്കുന്നു. അതുപോലെ കേരളത്തിൽ നിന്ന് ഏകദേശം 81 കോടിക്ക് മുകളിലുള്ള തുക എമ്പുരാൻ കടന്നിരിക്കുന്നു എന്ന് ഉറപ്പുള്ള കാര്യം തന്നെയാണ്. അതാണ് എമ്പുരാനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഞാനിത് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കളത്തിലും പറഞ്ഞിട്ടില്ല. ഇതിൻ്റെ താഴെ വന്നിട്ട് പലരും കമൻ്റ് ഇടാറുണ്ട്, ഇതുപോലെ ഇത് തള്ളാണ്, ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. ഇത് കൃത്യമായ കണക്കുകൾ തന്നെയാണ്. ട്രാക്കേഴ്സ് നൽകുന്ന കണക്കുകൾ തന്നെയാണ്. അവർ കൃത്യമായിട്ടൊരു സിനിമയുടെ, പ്രത്യേകിച്ച് ഒരു ട്രാക്കർമാരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ ഓടിക്കൊണ്ടിരിക്കുന്ന പടത്തെ മാത്രമേ സപ്പോർട്ട് ചെയ്യാത്തുള്ളൂ. അല്ലാതെ അവർ പ്രത്യേകിച്ച് സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവർക്ക് പ്രയോജനമൊന്നുമില്ല. ഈ വേറെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ട്രാക്കേഴ്സ് നൽകുന്ന കണക്കും നിർമ്മാണ കമ്പനി ആശീർവാദ് ചെയ്യുന്ന കണക്കും ഏകദേശം തുല്യമായി വരുന്നു. ഇന്നലെ തന്നെ രാവിലെ നമ്മളും വീഡിയോ ചെയ്തിരുന്നു, 250 കടക്കും എന്ന് രാവിലെ തന്നെ നമ്മൾ വീഡിയോ ചെയ്തു. അതുപോലെ അതിന് ശേഷം ട്രാക്കർമാരുടെ കണക്ക് വന്നു 250 ഇന്ന് കടക്കും എന്നുള്ളത്. അത് കൃത്യമായി ശരിവെക്കുന്ന കണക്കാണ് വൈകുന്നേരം നിർമ്മാണ കമ്പനി ആശീർവാദ് പുറത്തുവിട്ട പോസ്റ്റർ. അതുപോലെ തന്നെ ഇന്ന് രാവിലെ നമ്മൾ ചെയ്തിരുന്നു 80 കോടി കടക്കും എന്നുള്ളത്. അത് കൃത്യമായിട്ട് ശരിവെക്കുന്ന പോസ്റ്റർ തന്നെ വൈകുന്നേരം 80 കോടി കടന്നു എന്നുള്ള വാർത്തയും പുറത്തു വരുന്നു. അപ്പം ഇപ്പം നമ്മൾ വ്യക്തമായിട്ട് പറയുന്നു 255 കോടി കടന്നിരിക്കുന്നു എമ്പുരാൻ എന്നുള്ളതാണ്. പിന്നെ പല ചാനലുകളും ഞാൻ എടുത്ത് പരിശോധിക്കുമ്പോൾ മോഹൻലാലുമായിട്ട് ബന്ധപ്പെട്ട മോഹൻലാലിൻ്റെ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പറയുന്ന ചില ചാനലുകളൊക്കെ എനിക്കിഷ്ടമാണ്. അപ്പോൾ അവരൊക്കെ ചില 300 കോടിയുടെ കണക്ക് പറയുന്നു. ഇതും അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. എമ്പുരാൻ ഇന്നേ വരെ കളക്ട് ചെയ്തേക്കുന്നത് 252 കോടി 85 ലക്ഷം രൂപയാണ് ഇന്നത്തെ കണക്ക് കൂടാതെ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, 3.5 കോടി നാളെ കളക്ട് ചെയ്യുകയാണെങ്കിൽ 255 മുകളിൽ പോകാനാണ് സാധ്യത കൂടുതൽ. അപ്പോൾ ഏകദേശം കണക്കുകളെല്ലാം കൃത്യമായാലും പലരും എന്നോട് ചോദിക്കാറുണ്ട്, കൃത്യമായിട്ട് കണക്ക് തമിഴ്നാട്ടിൽ എത്ര കിട്ടി, മറ്റേടത്ത് എത്ര കിട്ടി. അതിന് കൃത്യമായിട്ടുള്ള കണക്കുകൾ തന്നെയാണ് ബോധിപ്പിച്ചിരിക്കുന്നത്.
അപ്പം പുതിയ വിശേഷങ്ങളും വാർത്തകളുമൊക്കെ ആയിട്ട് വീണ്ടും ഞാനെത്താം. ഓക്കെ ബൈ.